പക്ഷേ ഇപ്പൊ കേസെടുത്തല്ലോ, ഇനി അറസ്റ്റ് ചെയ്യുന്നതിന് സാങ്കേതികമായ തടസ്സമൊന്നുമില്ലല്ലോ. പെൺകുട്ടികളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ലേ ചെയ്തത്. ഇതിനെപ്പറ്റി ഒരുപാട് പേര് റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. പ്രൊട്ടസ്റ്റ് ചെയ്തവരെല്ലാം അയാൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അയാൾ താല്പര്യപ്പെടുന്ന കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അയാൾ സർക്കാസം എന്ന ലെവലിൽ തോന്നിയാസം മുഴുവൻ വിളിച്ചു പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ തടിച്ചുകൂടിയ കുട്ടികളെ അടക്കം സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഒന്ന് രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ സാഹസം വിലയിരുത്തപ്പെട്ടിട്ടുള്ളൂ എങ്കിലും സാഹസം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്റെ മമ്മൂട്ടിക്ക എന്തിനാണ് ഈ പരിപാടിക്കൊക്കെ പോകുന്നത് എനിക്കറിയില്ല. യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്, ബട്ട് സ്റ്റിൽ യു റൈറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫാഷൻ. ഐ നെവർ തോട്ട് യു വിൽ ഗോ ബൈ ദ ക്രൗഡ്. Mr. Mohandas, you also stand for a specific kind of crowd and you also do performative things. Don't you feel that? Be one among the crowd who are just cursing Narendra Modi for nothing. For nothing. അതെന്താ നത്തിങ് എന്ന് തോന്നുന്നതെന്ന് അറിയാമോ? അത് ചില സ്പെസിഫിക് ആൾക്കാർക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നു പെണ്ണുങ്ങൾ, പെൺകുട്ടികളാണ്. ഷർട്ടിന്റെ ബട്ടൺസ് ഇടില്ല. അകത്ത് ടീഷർട്ട് പോലെ എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. കാണേണ്ട രീതിയിൽ കാണിച്ചു. ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ല. ക്യാമറ എപ്പോഴും മോളിൽ നിന്നാണ്. പെണ്ണുങ്ങളുടെ വസ്ത്രധാരണമായി മറ്റൊരു റീസൺ. കാർന്നവന്മാരായി എന്നെയും മമ്മൂട്ടിയെ പോലുള്ളവർ ചെയ്യേണ്ടത് ഒറ്റ അടി വെച്ച് കൊടുത്ത് വേറെ അകത്ത് എന്ന് പറയണം. പിന്നെ ആള് തന്നെ പറയുന്നുണ്ട് ഈ ഏജിലെന്ന്. അത് ഏജിന്റെ ഫ്രസ്ട്രേഷൻ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സർക്കാർ ശാന്തരായിട്ടിരിക്കുന്നു. എന്തായിരിക്കും കാരണം? അത് പോയിന്റ്. ഇതിപ്പോ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തായിരിക്കും കാരണം? ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോവും. അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കും. അവർക്കൊരു സന്തോഷം, ആവേശം, ഞങ്ങൾക്കൊരു നേരം പോക്ക്. ആ പറഞ്ഞതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഒക്കെ ഒരു നേരം പോക്കായിരുന്നു. പക്ഷേ നമ്മുടെ പ്രൊട്ടസ്റ്റ് അങ്ങനെയല്ലായിരുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ വിദ്യാർത്ഥികൾ അത് ചെയ്തതിന് ഒരു കാരണമുണ്ട്. അത് അവർക്ക് നേരം പോക്കല്ലായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിലാണ് കാണുന്നത്. ഈ ഇംഗ്ലീഷിൽ എഴുതുന്നതെന്ന് വെച്ചാൽ കാശ് തന്നാളിന് ഇത് വായിക്കണ്ടേ? ആഷിഖ് അബു, പിന്നെ ആ മമ്മൂട്ടിയുടെ മകനുണ്ടല്ലോ ആ ചെറുക്കൻ, അവനൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു. സിനിമ ഇല്ലെങ്കിൽ ജീവിച്ചു പോകാൻ വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉണ്ടായ വീഡിയോസിലൊക്കെ ഈ പുള്ളിക്കാരൻ ഇംഗ്ലീഷിലല്ലേ സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചത് മുഴുവൻ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ചോദ്യം ചോദിച്ചവരോടെല്ലാം അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ക്യാ കരേഗ? അയാൾക്കറിയാം ഒരു ചുക്കും അയാളെ ചെയ്യാൻ പോകുന്നില്ല ആരും എന്ന്. ആ ധൈര്യമാണ് അയാൾക്കുള്ളത്.